ഇവിടെ ഒരു കമാൻഡറും സംഘവും വിപ്ലവകാരികളെ അന്വേഷിച്ചു പോകുമ്പോൾ പഴയൊരു ടണൽ കണ്ട് സംശയത്തോടെ നോക്കുന്നു. അവർ സംശയിച്ചതുപോലെ തന്നെ ആ വിപ്ലവകാരികൾ ആ ടണലിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ പാറകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മുകളിൽ നിൽക്കുന്നവർക്ക് അവരെ കാണാൻ കഴിയുന്നില്ല. എന്നാലും കമാൻഡർ വെറുതെ പോകാതെ ഒരു ബോംബ് കത്തിച്ച് അതിനകത്തേക്ക് ഇടാൻ പറഞ്ഞിട്ട് പോകുന്നു. ഉടനെ ഒരു സോൾജർ ഒരു ബോംബ് എടുത്ത് അതിനകത്തേക്ക് ഇട്ടതും അകത്തുണ്ടായിരുന്ന ഒരാൾ ആ ബോംബിന്റെ തിരി അണയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അയാൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ തിരിയിൽ പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പേടിച്ചുപോയ മറ്റുള്ളവർ അവരുടെ വിധിയെ അംഗീകരിച്ച് മരിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അവസാന നിമിഷം അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരു പെണ്ണ് അവൾ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അതിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ അവളുടെ കൈ വളരെ തിന്നായിരുന്നത് കൊണ്ട് വളരെ ഈസിയായി അവൾ ആ തിരിയിൽ പിടിക്കുന്നു. അതിൽ തീ കൊണ്ട് അവളുടെ കൈ പൊള്ളുന്നു. പക്ഷെ വേദന സഹിച്ച് അവൾ ആ തിരി അണയ്ക്കുന്നു. എന്നാൽ അവർ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ എനിമി കമാൻഡർ സോൾജേഴ്സിനെ നിൽക്കാൻ പറയുന്നു. കാരണം അവർ ഒത്തിരി ദൂരം സഞ്ചരിച്ചിട്ടും ആ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടില്ല. അതുകൊണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ കമാൻഡറും സോൾജേഴ്സും വേഗം തന്നെ ടണലിനടുത്തേക്ക് വരുന്നു. അതേസമയം ടണലിൽ നിന്ന് പുറത്തു വന്ന വിപ്ലവകാരികൾ ആ ബോംബിന്റെ തിരി കത്തിച്ച് വീണ്ടും ടണലിനകത്തേക്ക് ഇട്ടിട്ട് പോകുന്നു. അവർ പോയ അടുത്ത നിമിഷം തന്നെ കമാൻഡറും സോൾജേഴ്സും അവിടേക്ക് വന്നതും ആ ബോംബ് ബ്ലാസ്റ്റ് ആവുന്നു.